ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഒരു വ്ളോഗൊന്നല്ല, വൈത്തിരി വരെ ഒന്ന് പോകണം. വൈത്തിരി പോയിട്ട് ഒരു വാക്സിൻ എടുത്തിട്ട് തിരിച്ചു വരണം. അതാണ് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു യാത്ര. അപ്പോൾ ഒന്ന് മഴയൊക്കെ അല്ലേ, ചുരത്തിൽ കൂടെയൊക്കെ ഉള്ള ഒരു യാത്ര ഒന്ന് മൊബൈലിൽ പകർത്തി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ ഒന്ന് പോയി നോക്കല്ലേ. മക്കളൊക്കെ ഉണ്ട്, ഇവരെ പെങ്ങളെ വീട്ടിലാക്കണം. വൈത്തിരി പെങ്ങളെ വീടുണ്ട്, ഇവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓക്കെ എന്നാ. വയനാട്ടിൽ എൻ്റെ അളിയനുണ്ട്. അപ്പോൾ അളിയൻ പറഞ്ഞത് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. കാരണം അവിടെ വാക്സിൻ ഉണ്ട് ഇപ്പോൾ. കാരണം നമുക്ക് പെട്ടെന്ന് വാക്സിൻ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താണെന്നറിയോ, ഒരു ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റും സെക്കൻഡും ഒക്കെ വാക്സിൻ എത്രയും പെട്ടെന്ന് എടുക്കണമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് വൈത്തിരി പോയാൽ സംഭവം നടക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാനും എൻ്റെ വൈഫും കൂടി അങ്ങോട്ട് പോവുകയാണ്. അളിയൻ്റെ പേര് ജംഷീർ എന്നാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വാക്സിൻ ലഭ്യത കുറവായതുകൊണ്ട് ഇവിടുന്നൊക്കെ കുറേ ആളുകൾ വൈത്തിരിയും പുഴന്തനെയൊക്കെ പോയിട്ട് വാക്സിൻ എടുക്കുന്നുണ്ട്. അപ്പോൾ പോയി നോക്കാം. നമുക്ക് പോണ റൂട്ടിലുള്ള കാഴ്ചകൾ കാണാം. കൂടുതലൊന്നുമില്ല, പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നുമില്ല, നിങ്ങളെ എന്താ പറയുക പറ്റിക്കല്ല. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ നാട്ടിലാണ് വയനാട് ചുരമുണ്ട്. അപ്പോൾ ആ ചുരത്തിൽ കൂടെ മഴയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം മഴയത്തു കൂടെയൊക്കെയുള്ളൊരു യാത്ര നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചുരത്തിൻ്റെ ഭംഗി, മഴക്കാലത്ത് ചുരത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങൾ നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ല രസമുണ്ടാവും കാണാൻ. അപ്പോൾ അതൊന്ന് കണ്ട് ഒന്ന് കൂടെ കൂട്ടുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ പോന്നോളൂ കേട്ടോ. ഞങ്ങൾ പുതുപ്പാടിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ താമരശ്ശേരി ചുരം ഞങ്ങൾക്കൊരു സ്വകാര്യ അഹങ്കാരമാണ് അല്ലേ. ഇപ്പോൾ രണ്ട് സൈഡിൽ കൂടെ നിങ്ങൾ കാണുന്ന ഈ പയറുവള്ളില്ലേ, ഇത് വേനൽക്കാലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ഇതൊക്കെ വെട്ടിയിട്ട് തീയിട്ട് കാണി സൈഡൊക്കെ ക്ലിയർ ആക്കും. അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പ് കൂടി ഭയങ്കര രസമാണ് കാണാൻ. കുറേ ഉണ്ട് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച്. നമ്മൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന റോഡാണെങ്കിലും താമരശ്ശേരി ചുരത്തിലൂടെ ഓരോ പ്രാവശ്യവും യാത്ര ചെയ്യുന്നതും എന്താ പറയുക, എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ വയനാട് ചുരത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അത് മൊബൈലിൽ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ആക്കി ആ വീഡിയോ സ്ക്രീനിൽ കാണാനൊരു നല്ല ഒരു പ്രത്യേക രസമാട്ടോ. അത് ഇത് പകർത്തി നോക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ മൊബൈൽ സ്ക്രീനിൽ കൂടെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ രസം മനസ്സിലാകുന്നത്.
ഇപ്പോൾ റോഡ് പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്. അപ്പോൾ കട്ടറൊന്നുമില്ല, വളരെ ഫ്രീയാണ് റോഡൊക്കെ. വയനാട്ടിലെ വൈത്തിരി ടൗണാണിത്. നമുക്കിവിടെയാണ് വാക്സിൻ എടുക്കേണ്ടത്. ഇവിടെയുള്ള UP സ്കൂളിൽ പോയിട്ടാണ് നമുക്ക് വാക്സിൻ എടുക്കേണ്ടത്.
അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് പോകണം, പെങ്ങളെ വീട് വരെ പോയിട്ട് വേണം തിരിച്ചു വരാൻ. ഞാൻ പറഞ്ഞ റോഡാണ്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ പടിഞ്ഞാറത്തറ മാനന്തവാടി മൈസൂർ റോഡാണ് കേട്ടോ. അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ റോഡിന് പോവുക. നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്, നല്ല രസമുള്ള സ്ഥലങ്ങളും ഉഷാറാണ്. പെങ്ങളെ വീട് ഇവിടെയാണ്. അപ്പോൾ മക്കളെ ഇവിടെ ആക്കിയിട്ട് പോയി വാക്സിൻ എടുത്തിട്ട് തിരിച്ചു വന്ന് അവരെയും കൂട്ടി പോകണം. അപ്പം നമ്മളിവിടെ വൈത്തിരി എത്തിക്കണേ. നമ്മൾ പോയി വാക്സിനൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. വൈഫും ഞാനും വന്ന്, വേറെ ആരുമില്ല. വയനാട് വൈത്തിരി HIM UP സ്കൂൾ വാക്സിൻ സെൻ്ററാണ്. ഇന്ന് എൻ്റെ പൊന്നടിയനും ഭാര്യയും വാക്സിൻ എടുത്തു കൊടുത്തു കേട്ടോ. ഇവിടെ സാധനം ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഇഷ്ടം പോലെ ഒന്നുമില്ല, അത്യാവശ്യം ആളുകൾക്ക് കൊടുക്കാനുള്ള ഡോസുകളുണ്ട്. അത് വിളിച്ച് അന്വേഷിച്ച് വരണം. ഓക്കെ, നമ്പറിൽ കൊടുക്കാം, നമ്പർ കൊടുത്തു. ഓക്കെ, ശരി. നല്ല മഴ ഉണ്ട് കേട്ടോ, നല്ല മഴ, മഴ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ മഴ ഇല്ലായിരുന്നു, ഇപ്പം നല്ല മഴ കേട്ടോ, നല്ല മഴയാകും. വീഡിയോ എടുക്കാൻ വേണ്ടി ചുരത്തിൽ നിർത്തിയതാ. സംഭവം നാട്ടിൽ നല്ല മഴയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. പുളിമുട്ടായോ? പുളിമുട്ടായിന്റെ കാര്യമൊക്കെ അപ്പൊ പറയുന്നത്. പോവാ, പുറത്തിറങ്ങണ്ടല്ലോ, നല്ല മഴ, പുറത്തിറങ്ങാൻ പറ്റും. കാണിച്ചു തരണം. റെക്കോർഡാക്കാണ്ട് വീഡിയോ എടുത്തൊന്നും ഇവരോട് പറയരുത്. എന്തിനാ ഈ പറയുന്നത്? പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഏതായാലും ഇത്രയും കണ്ടില്ലേ, ഇനി ആ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടേ പോകാം കേട്ടോ. കമൻ്റ് അറിയിക്കുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.